ഹായ് മച്ചന്മാരെ, ഫാപ്പ പൊന്നാനി. ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്, എൻ്റെ പിന്നിൽ കാണുന്നത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് 35 കൊല്ലമായി. ഇത് സ്വന്തമായൊരു ബിൽഡിംഗ് ഉണ്ടാക്കി അതിലേക്ക് പ്രവർത്തനം എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ആഗ്രഹിക്കുന്നത്. ഇത് പഴയ പോസ്റ്റ് ഓഫീസ് ആയിരുന്നല്ലോ. എത്ര കൊല്ലമായിട്ടുണ്ടാവും ഇത് പോയിട്ട്? പോസ്റ്റ് ഓഫീസ് പോയിട്ട് 35 കൊല്ലത്തിന് മീതെ. 35 കൊല്ലത്തിലുണ്ട്. ഇത് പഴയൊരു പോസ്റ്റ് ഓഫീസാണ്. ഈ പോസ്റ്റ് ഓഫീസ് 35 വർഷമായി ഇവിടെ പോയിട്ട്. ഇതിന്റെ പിന്നീ കാണുന്ന സ്ഥലം ഈ പിന്നീ കാണുന്ന 40 സ്ഥലം മുന്ന് വാങ്ങി കളിക്കുന്ന സ്ഥലം, കാട് പിടിച്ചെടുക്കുന്ന സ്ഥലം. ഇത് പോയിട്ടാണ് ചന്തപ്പടിയിൽ വാടകയ്ക്ക് ഒരു കെട്ടിടുന്ന വാടകയ്ക്ക് ഈ പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യുന്നത്. ആ വാടക ഉണ്ടായിരുന്നു എങ്കിൽ അത്ര കാലത്തെ വാടക ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കാം. ഇതാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥലമാണ്. ഇത് ഇവിടുത്തെ പാർലമെന്റിലെ മെമ്പർമാർ പോയവര് മാത്രം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പോസ്റ്റ് ഓഫീസോ മറ്റെന്തെങ്കിലോ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും സ്ഥാപനം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ പൊന്നാനിന്ന് പോയിട്ടുള്ള MP-മാർക്ക് ആർക്കും സ്ഥലം തന്നെ അറിയില്ല. അപ്പൊ അവരേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഈ വീഡിയോ അവര് ശ്രദ്ധപ്പെടുത്താ. അവർക്ക് അറിയാതിരിക്കാം, പക്ഷെ ഒന്നുകൂടെ ഉണർത്താം നമ്മൾ ഈ വീഡിയോയിലൂടെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അറിയപ്പെടുന്ന നിരവധി സമരങ്ങൾ ഈ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്നിട്ടുണ്ട്. റേഷൻ കടകളിലേക്ക് അരി സപ്ലൈ ചെയ്തിരുന്ന പൊന്നാനി സൊസൈറ്റി ശങ്കുണ്ണിയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അന്ന് മുതൽ എത്രയോ റേഷൻ കടകളിലേക്ക് അരി വിതരണം നടത്തിയിരുന്നത് ഈ പൊന്നാനി PCC സൊസൈറ്റിയിൽ നിന്നാണ്. അതിന്റെ മുമ്പിലാണ് ഈ സ്ഥലം. അതിന്റെ നേരെ മുന്നിലാണ് ഈ സ്ഥലം. ഈ സ്ഥലത്തിന്റെ പേരെന്താ പറയുക ശരിക്ക്? വട്ടുങ്കപ്പറമ്പ്. ഇത് പോസ്റ്റ് ഓഫീസ് പറമ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ പിന്നെ പോസ്റ്റ് മാഷിക്ക് അടക്കം ഫാമിലി അടക്കം താമസിക്കാനുള്ള മറ്റേ അപ്സൈഡിലുള്ള ഒരു ഓടിട്ട പഴയ കെട്ടിടമായിരുന്നു. ഇവിടെയാണ് ഈ പോസ്റ്റ് ഓഫീസിൽ തന്നെ സ്റ്റാമ്പ് വെൻഡർ കൂടാതെ കമ്പി മാഷ് പ്രവർത്തിച്ചിരുന്നു. കമ്പി അടിക്കാനുള്ള സംവിധാനങ്ങളടക്കം ഈ പോസ്റ്റ് ഓഫീസിൽ ഉണ്ടായിരുന്നു. അത്രയും കാലത്തെ പഴക്കം ഇവിടെ ഉണ്ട്. ഇത് വീണ്ടും എടുക്കാനാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. ഈ പോസ്റ്റ് ഓഫീസ് സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് നിർമ്മിക്കാനുള്ള പദ്ധതി പ്രകാരമായിട്ടാണ് ഞങ്ങൾ ഈ ഉദ്ദേശം ഇത് ജനങ്ങളെ അറിയിക്കുന്നത്. സർക്കാരും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുക. പൊന്നാനി MLA അബ്ദുൾ സമദ് സമദാനിയാണ് MP. ആ മഹാവ്യക്തി അടക്കം അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഇതിൽ കൂടി ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഒന്നും കൂടി ശ്രദ്ധ ഞങ്ങളെ ശ്രദ്ധ വീണ്ടും ഇതിന് നിരന്തരം ഇവിടെ ഒരു പൊന്നാനി പോസ്റ്റ് ഓഫീസ് സ്വന്തമായിട്ട് വാടക കെട്ടിടത്തിലല്ലാതെ പ്രവർത്തിക്കണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രയത്നം. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഇതിനു വേണ്ടി നേരുന്നു. നിങ്ങൾക്ക് എത്ര വയസ്സായിപ്പോ? 75. അന്ന് മുതൽ ഈ സ്ഥലം ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കാ? എനിക്ക് ഈ ജനുവരി വന്ന 78 വയസ്സായി. 77 വയസ്സ് ഇപ്പൊ ഓർമ്മ വെച്ച കാലം മുതൽ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ ഉണ്ട്. അതല്ല ഞാൻ ആ കമ്പി മാഷും കമ്പി ഓഫീസും എല്ലാം അത് ഇവിടുന്ന് ഇല്ലാതായി പോയി. അത് കാണുന്നതാണ് ഈ സ്ഥലം. ഈ സ്ഥലം വെറുതെ എടുക്കണം. ഞാൻ 2ാം ക്ലാസ്സിലെ വെള്ളീരി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഒരു ടെലിഫോൺ ബൂത്ത് എന്ന് പറയുന്നത് ഈ പോസ്റ്റ് ഓഫീസിൽ വരികയും അത് കാണുന്നതിന് വേണ്ടി സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളെയും ആദ്യമായിട്ട് ടെലിഫോൺ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കുട്ടികളെയും ഈ പോസ്റ്റ് ഓഫീസിൽ. പൊന്നാനിയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ഹെഡ് പോസ്റ്റ് ഓഫീസായിരുന്നു തൃക്കാവിലുള്ള പോസ്റ്റ് ഓഫീസ്. 35 വർഷത്തോളമായി ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള സ്ഥലം അത് ഒഴിവാക്കിക്കൊണ്ടാണ് അത് വാടക കെട്ടിടത്തിൽ ചന്തപ്പടിയിൽ പ്രവർത്തിക്കുന്നത്. ഇത്തരം സ്ഥലങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളോ മറ്റു സൗകര്യങ്ങളോ സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ നാശമായി കിടക്കില്ല. ഇപ്പം കാട് പിടിച്ചു വളരെ വൃത്തിഹീനമായ രീതിയിലാണ് അത് കിടക്കുന്നത്. ഇതുപോലെ ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ ഉള്ള സ്ഥലങ്ങളൊക്കെ ഇന്ന് ഒഴിവാക്കി വാടക കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ അതിന് വാടക കൊടുക്കണ്ടേ? അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ സ്വന്തമായി തന്നെ അത് നിലനിർത്തുകയാണെങ്കിൽ സർക്കാരിന് ഈ വാടക ഇനത്തിൽ ഒരുപാട് സംഖ്യ കുറയുകയല്ല ചെയ്യുക. വീണ്ടും വീണ്ടും അതിനെങ്ങനെ പുഷ് ചെയ്യുമ്പോഴാണ് ചില കാര്യങ്ങൾ എളുപ്പമാവുള്ളൂ. അതിന്റെ ഭാഗമാണ് ഈ വീഡിയോ. വേണ്ടപ്പെട്ട ഭരണാധികാരികളുടെ കയ്യിലേക്ക് ഇത് എത്തണം. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക. അത് ഫോർവേഡ് ചെയ്യുക. അപ്പം കാട് പിടിച്ചെടുക്കുന്ന ഈ 10-40 സെന്റ് സ്ഥലം
പുതിയൊരു ബിൽഡിംഗ് ഒക്കെ വന്ന് അത് പ്രവർത്തനം ആവണം എന്നാണ് നാട്ടുകാരുടെ ആഗ്രഹം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ കഴിയുന്നിടത്തോളം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എന്നിട്ട് ഇത് വേണ്ടവരുടെ കയ്യിലേക്ക് എത്തിക്കുക. മറക്കണ്ട.